ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു BS6 സ്പ്ലെൻഡറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡിസ്ക് കയറ്റുക എന്നുള്ളൊരു വർക്കായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വർക്ക് ഞാൻ ആഡ് ചെയ്യുക, കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫൈവ് സ്പീഡിൻ്റെ ഹബ്ബാണ് നമ്മൾ ഈ ഒരു ഡിസ്ക് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 16 ഇഞ്ച് റിമ്മിൽ മോട്ടോഡിയുടെ ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കാലിപ്പർ നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് അല്ല, RTRൻ്റെ കാലിപ്പറാണ്. അപ്പോൾ നമ്മളത് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു അഡ്ജസ്റ്റബിൾ മാസ് സിലിണ്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. ആഫ്റ്റർ മാർക്കറ്റാണ്. അതിലൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു മോഡലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ബ്രേക്കേഴ്സ് ഒരു 140 സെൻറ്റിമീറ്റർ വരുന്ന ഒരു എക്സ്ട്രാ ലെങ്ത്ത് വരുന്ന ബ്ലാക്ക് കളറിലുള്ള ബ്രേക്കേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു 5 സ്പീഡിൻ്റെ ഹബ്ബ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഗ്ലാഡിയേറ്ററിൻ്റെ സ്പീഡ് മീറ്റർ നമുക്ക് ഡയറക്റ്റ് സെറ്റാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇതിൽ അതുപോലെ തന്നെ യൂസ് ചെയ്തേക്കുന്നത് TVS സ്റ്റാർ സ്പോർട്ടിൻ്റെ മഡ് ഗാർഡാണ്. അതുപോലെ തന്നെ ഫോർക്ക് ഗാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോർക്ക് ബൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ബാറും പിന്നെ ഒരു അഡ്ജസ്റ്റബിൾ ആ ഒരു ക്ലച്ച് ലിവറും കൂടെ ആ ഒരു MC-യുടെ ഒപ്പം വരുന്ന തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർക്ക് ഗാർഡ്, അങ്ങനെ എല്ലാ ചില്ലറ വർക്കുകൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.